കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചാരണത്തിൽ LDF ഏറെ മുന്നിലാണ്. LDF സ്ഥാനാർത്ഥി MB ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു. രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ രണ്ടാം ഘട്ട പ്രചാരണത്തിലാണ് എത്തി നിൽക്കുന്നത്. എന്താണ് ഒരു പ്രചാരണത്തിനിടയിലുള്ള ഒരു അനുഭവം? എങ്ങനെയാണ്? ഞാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും മറ്റ് പല വേദികളിലും ഞാൻ അതിൻ്റെ നേതൃത്വപരമായി പങ്കുവഹിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിരവധി ഇലക്ഷനിൽ ഞാനിതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒരാളാണ്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അനുഭവമാണ് എനിക്കിപ്പോൾ ഒന്നാം വട്ട പര്യടനം ഈ ലോക്സഭാ മണ്ഡലത്തിൽ പൂർത്തീകരിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. നമ്മുടെ സംഘാടകർക്കായാലും അതുപോലെ തന്നെ വിവിധ പ്രവർത്തകർക്കായാലും ഏറെ സന്തോഷകരമായ ഏറെ ആവേശകരമായ അനുഭവമാണ് എല്ലാ മണ്ഡലത്തിനകത്തും ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ കോളേജുകളിൽ പോയി യുവ വോട്ടർമാരെ നേരിട്ട് കണ്ട് പറഞ്ഞു, അവർക്കൊക്കെ എല്ലാം ഒരു വലിയ എന്തൂസിയാസം, ഒരു സംശയമില്ലാതെ ഒരു അധ്യാപകനായി എന്നെ വിജയിപ്പിക്കണം എന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ വോട്ടർമാരായവർക്കെല്ലാം തോന്നുക മാത്രമല്ല, നമുക്കവരുടെ മുഖഭാവം, അവരുടെ പ്രകടനം, അവരുടെ അഭിപ്രായം ഇതെല്ലാം ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. വലിയ ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തകന്മാരെ സംബന്ധിച്ച്, നേതാക്കളെ സംബന്ധിച്ച് ഉണ്ട്. കഴിഞ്ഞ കാലത്തു നിന്നൊക്കെ വ്യതിരക്തമായി ഏറെ ബഹുജനങ്ങളായാലും മറ്റ് പ്രവർത്തകരായാലും എന്തിനേറെ രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കുന്നവർ പോലും ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വോട്ട് നൽകണം, ഒരു അധ്യാപകനെ വിജയിപ്പിക്കണം എന്നുള്ള അഭിഭാവം പ്രകടിപ്പിച്ചത് വലിയ ആത്മവിശ്വാസമായി തോന്നുകയാണ്. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായും ഈ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ, മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം ഈ യുവതലമുറ വോട്ടർമാർക്കുണ്ട്. ആ ഒരു പിന്തുണയാണ് ലഭിക്കുന്നത്. ഇതിൽ ഞാൻ നേരിട്ട് എല്ലാ വിഭാഗം കുട്ടികളുമായിട്ട് സംവദിച്ചപ്പോൾ ചില കുട്ടികൾ എന്നോട് ചോദിക്കുകയുണ്ടായി. കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളാണ് എന്നോട് നേരിട്ട് ചോദിച്ചത്, വിദ്യാർത്ഥിനികളാണ് ചോദിച്ചത്. അവർ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, മാഷെ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിച്ച് MP ആക്കിയാൽ മാഷ് ഞങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്ത്? ഇതാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ഒരു മടിയും കൂടാതെ ആ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നല്ല ഉശിരൻ ചോദ്യമാണ്, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇന്ത്യൻ ഭരണഘടന തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മതനിരപേക്ഷത കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. ഈ ജനാധിപത്യവും ഫെഡറലിസവും ബഹുസ്വരതയും എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര വർഗീയത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 142 കോടി ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഉയർത്തുന്ന ഏത് വെല്ലുവിളിയെയും ഞാൻ അതിശക്തമായി ഞാൻ കുട്ടികളോട് പറഞ്ഞാണ്, നിങ്ങളുടെ വികാരം അവിടെ പ്രകടിപ്പിക്കും. കേരളത്തിൻ്റെ വികാരം, കേരളത്തിൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഉയർത്തുമെന്ന് അവരോട് പറഞ്ഞു. അവരെല്ലാം കൈയടിച്ചുകൊണ്ട് എൻ്റെ ഈ മറുപടി അംഗീകരിക്കുന്ന ഒരു ശീലമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയുള്ള പ്രചാരണം എങ്ങനെയാണ്? ഇനിയിപ്പോൾ ഇതുവരെ നമ്മൾ വ്യക്തികളെ മറ്റുള്ളവർ കണ്ട് ഇനി ഒരുപാട് വ്യക്തികളെ കാണാനുണ്ട്, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ പോകാനുണ്ട്. ഇനിയുള്ള രണ്ടാം വട്ടം ഇന്ന് ആരംഭിക്കുകയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന്. തുടർച്ചയായി 7 മണ്ഡലങ്ങളിലും ഇനി ആ രീതിയിലുള്ള പ്രവർത്തനത്തിന് തന്നെയാണ് മുൻഗണന നൽകുക. ഇപ്പോൾ റോഡ് ഷോ ഒക്കെ വലിയ തോതിൽ വൈകുന്നേരം നടക്കുന്നുണ്ട്. അത് ഇനി കുറേ കൂടി വർദ്ധിപ്പിക്കുമെന്നാണ് നേതാക്കന്മാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ നമ്മുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. മാഷ് ഉപയോഗിച്ചൊരു വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അക്ഷരത്തെറ്റ്. ആ അക്ഷരത്തെറ്റ് ഇത്തവണ കാസർഗോഡ് തിരുത്തും. അത് വളരെ രസകരമായി എന്നോട് പല ആളും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉറച്ച സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അതിന് മറുപടി പറയാം. ഞാൻ പഠിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ കോമ്പോസിഷൻ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ചില കുട്ടികൾ ചില അക്ഷരത്തെറ്റ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട്, മോനെ അല്ലെങ്കിൽ മോളെ, ഇത് ഇന്ന് അക്ഷരത്തെറ്റാണ്, അതൊന്ന് തിരുത്തണം എന്ന് പറഞ്ഞ് ആ കുട്ടികളോട് തിരുത്താറുണ്ട്. അത് ഞാനിപ്പോൾ പറയണമെന്നില്ല ഇവിടുത്തെ വോട്ടർമാരോട്, ആ നിലയിൽ പറയണമെന്നേ ഇല്ല. ഇവിടുത്തെ 14 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ മനസ്സുള്ള വോട്ടർമാരാണ്. അവർ ഈ തെറ്റ് തിരുത്താൻ ബദ്ധകങ്കണമായി സുനിശ്ചിതമായി അവർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ എല്ലാ പ്രദേശത്തും ഈ 8-9 ദിവസമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായപ്പെടുന്നു. ഈ 5 വർഷത്തെ അനുഭവം അവരുടെ മുന്നിലുണ്ട്. തീർച്ചയായും
ഞാനത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആ വിഷയത്തിൽ കടക്കുന്നില്ല. എല്ലാം അനുഭവങ്ങളാണ് നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. ഇവിടുത്തെ ജനങ്ങൾ കാണുകയാണ്. അതിനു മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ എം പിമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനം, അതിൽ വിശിഷ്യ എൻഡോസൾഫാൻ രംഗത്ത് നടത്തിയിട്ടുള്ള സഖാവ് പി കരുണാകരൻ ഇവിടുത്തെ എം പി ആയപ്പോൾ നടത്തിയിട്ടുള്ളത് 300 കോടിയോളം രൂപയാണ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ എൻഡോസൾഫാൻ രോഗബാധിതമായ 11 പഞ്ചായത്തുകളെ രോഗികൾക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച് ഈ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. 5 വർഷക്കാലം ബിഗ് സീറോ ആണ്. ഞാനത് പറയുന്നതിനേക്കാൾ നല്ലത് ജനങ്ങൾ എന്നോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, മാഷേ 5 വർഷക്കാലം കളഞ്ഞു, ഈ 5 വർഷക്കാലം ഇവിടെ വലിയ നഷ്ടബോധമുണ്ടാക്കി, അത് ഞങ്ങൾ തിരുത്തുമെന്ന് ഇവിടുത്തെ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും ഞാൻ കണ്ടവരിൽ, അത് കുട്ടികളടക്കം പറയാണ്, അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരുത്തുമെന്നുള്ളത് തന്നെയാണ് ഒരു സംശയമില്ലാതെ എൻ്റെ അനുഭവത്തിൽ പറയാൻ വേണ്ടി കഴിയുക. എന്തായാലും കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 8 ദിവസം പ്രചാരണ രംഗത്ത് പിന്നിടുകയാണ്. വളരെയധികം വലിയ ഒരു മുന്നേറ്റം ഈ പ്രചാരണ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ഒരു വിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. 2ാം ഘട്ടത്തിലേക്ക് പ്രചാരണം കടക്കുകയാണ്.